ഹായ്, പൊട്ടറ്റോ മസാല ഫ്രൈസ് ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ പുറത്തൊന്നും പോകണില്ല അങ്ങനെ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചൂടോടെ നല്ല പൊട്ടറ്റോ മസാല ഫ്രൈസ് ഉണ്ടാക്കിയെടുക്കണ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കാണിക്കുന്നത്. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് പോലെ ഒന്നും നമുക്കിത് വെള്ളത്തിലിട്ട് തിളപ്പിക്കേണ്ട ആവശ്യം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. നമുക്ക് ഫ്രീ ടൈമിലൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കാം. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അതിന് മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ റെസിപ്പികളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് അറിയിക്കുക, ലൈക്ക് അടിച്ചിട്ട്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതും നമുക്ക് അറിയിക്കുക. അതിൻ്റെ ഇടയിൽ ഡിസ്ലൈക്കിനുള്ള ഓപ്ഷൻ ഉണ്ട്. കമൻസ് ഉണ്ടെങ്കിൽ അതും പറയാം. ഉരുളക്കിഴങ്ങ് തന്നെയാണ് ഇതിൽ മെയിനായിട്ട് ഉള്ളത്. ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് ഒരു വിരലിൻ്റെ വലുപ്പത്തിൽ എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഞാനിവിടെ വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തേക്കുന്നത്. എന്ന് വെച്ചാൽ നീളത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട്. ചെറിയ ഉരുളക്കിഴങ്ങാകുമ്പോൾ നമുക്ക് അത്ര ഒരു നീളം കിട്ടില്ലല്ലോ, ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയ ഉരുളക്കിഴങ്ങാണ്. അത് ഒരു വിരലിൻ്റെ വലുപ്പത്തിൽ നമ്മളത് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഇനി നമ്മളിതൊരു 20 മിനിറ്റ് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായിട്ടുള്ള ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ 2 ടേബിൾ സ്പൂണ് തൈര്, 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, പകുതി ചെറുനാരങ്ങ, ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു 20 മിനിറ്റ് നമ്മളത് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യണത്. നമ്മൾ ഇതിലിടുന്ന മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന്. നമുക്കിപ്പോൾ ചെറിയ കുട്ടികളാണ്, അവർക്ക് അധികം എരിവ് വേണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്കിത് കുറയ്ക്കാം. അപ്പൊ ഇതൊന്ന് നമ്മൾ ഈ തൈരിലും ചെറുനാരങ്ങയിലും എന്തായാലും നമ്മളിതൊരു 20 മിനിറ്റ് നമ്മളിതൊന്ന് വെക്കണം. അപ്പൊ അതിനായിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് മസാലയും തൈരും എല്ലാം കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ആക്കിയെടുക്കുക. അപ്പൊ ഇതാ നമ്മുടെ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനായിട്ട് നമുക്കൊരു ബാറ്റർ ഉണ്ടാക്കണം. അതിനായിട്ട് 2 ടേബിൾ സ്പൂണ് മൈദ, 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവറിന്റെ പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ഇട്ടിട്ട് നമ്മുടെ ഈ ഒരു കട്ടി, നമ്മുടെ ഒരു കൺസിസ്റ്റൻസി നമുക്കറിയാമല്ലോ, ഇതൊന്ന് മുക്കി എടുക്കാനായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി, ആ ഒരു അളവിന് നമ്മളിതിലേക്ക് വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് നമ്മളിത് കട്ടൊന്നും ഇല്ലാണ്ട് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അധികം ലൂസായിട്ടൊന്നും ഈ ഒരു ബാറ്റർ എടുക്കണ്ട. അതൊന്നും ആ ഉരുളക്കിഴങ്ങൊന്നും ഒട്ടിയിരിക്കുന്ന ആ ഒരു പാകത്തിലാവുന്ന വിധത്തിൽ നമ്മളിത് എടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മളൊരു ഫോർക്ക് വെച്ചിട്ട്, ഫോർക്ക് ആകുമ്പോൾ ആ ഉരുളക്കിഴങ്ങുമ്പോൾ അധികം വെള്ളം ഉണ്ടാവില്ല, അതേപോലെ ആ മാവൊന്നും നമ്മളിതിൽ മുക്കുമ്പോൾ ആവില്ല. ഇത് കോട്ട് ചെയ്യാനായിട്ട് നമ്മളിവിടെ ഓട്സ് ആണ് എടുത്തിട്ടുള്ളത്. കോട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓട്സ്. അപ്പോൾ അത് ബാറ്ററിൽ ഓരോന്നും മുക്കിയിട്ട് നമ്മൾ ഈ ഓട്സിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. ആ ഓട്സ് കൊണ്ട് നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് നന്നായി കോട്ട് ചെയ്തെടുക്കുകയാണ്. ഫോർക്ക് വെച്ച് ചെയ്യണോണ്ടുള്ള ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഓട്സ് ഒന്നും നമ്മുടെ കൈമ കൊണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കൈമയായി ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും, പിന്നെ അത് വെക്കുമ്പോൾ പോവുകയൊക്കെ ചെയ്യും. ഇത് അങ്ങനത്തെ ഇതൊന്നുമില്ല. ഫോർക്കാവുമ്പോൾ എല്ലാം നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു നേരത്തെ നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിലാണ് ഒഴിക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഒഴിച്ചിരിക്കുന്നത്. അത് ചൂടാക്കാൻ വെക്കുക. നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് നമ്മൾ ഓരോന്ന് ഇട്ടിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇടണ നേരത്ത് ഹൈ ഫ്ലെയിമിൽ ഇടാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്നൊരു ചെറുതാക്കി ഇട്ടിട്ട് വേണം നമ്മളത് വേവിച്ചെടുക്കാനായിട്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കട്ടിയിലാണ് എടുത്തിട്ടുള്ളത്. ഒരു വിരലിൻ്റെ വലിപ്പം കട്ടിയിലാണല്ലോ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളൊന്ന് വേവണം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് വേവാത്ത പോലെ ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് വേവാനായിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഇനി നമ്മളിത് ഗോൾഡൻ കളറാവുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഇതാ നമ്മുടെ കളറൊക്കെ ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഇതേപോലെ തന്നെ നമ്മൾ ആക്കി വെച്ചിട്ടുള്ള എല്ലാ ഉരുളക്കിഴങ്ങും ഇതുപോലെ തന്നെ നമ്മളിത് വറുത്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമുക്കിതെല്ലാം വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മുളക് പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക്, ഉപ്പ്, ഇതെല്ലാം നമ്മൾ ഒരു 1/4 ടീസ്പൂൺ വെച്ചിട്ടാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്.
നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കതിൽ അളവിൽ മാറ്റം വരുത്താം. കുട്ടികൾക്കാണ് എരിവ് വേണ്ട, അധികം എരിവ് വേണ്ടാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഉപ്പും ഗരം മസാലയുടെ പൊടിയും മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഗരം മസാലയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ ചാട്ട് മസാല, എന്ത് ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. ഏത് ഫ്ലേവറിന്റെ മസാലസും നമുക്കിതിൽ ആഡ് ചെയ്യാം. അപ്പൊ ആ ഒരു ഫ്ലേവറിന്റെ ടേസ്റ്റ് നമുക്ക് വരും. ഇത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പാത്രം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് പൊന്തിച്ച് പിടിച്ചിട്ട് ജസ്റ്റ് അതൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക. കൈ കൊണ്ടൊക്കെ ഇളക്കുകയാണെങ്കിൽ ആ മസാലയും ഇതൊക്കെ നമ്മുടെ കയ്യുമ്മയാവും. അപ്പൊ ഇതാ നമ്മുടെ പൊട്ടറ്റോ മസാല ഫ്രൈസ് ഇവിടെ റെഡിയാണ്. നമ്മളിത് നല്ല ചൂടോടെ തന്നെ നമ്മൾ സോസോ ടൊമാറ്റോ സോസും മയോണൈസും വെച്ചിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പുകളിലൊക്കെ കിട്ടുന്ന നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിനേക്കാളും ഒക്കെ ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈസ് ആണിത്. അപ്പൊ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക, ഈസിയാണ്. അപ്പൊ എല്ലാവരും ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പൊ ബൈ.